അയ്യടാ, ഇത് വിമലയല്ലേ? ഹരീന്ദ്രനെ കല്യാണം കഴിക്കാതിരുന്ന പെണ്ണ്. എന്നെ ആദ്യമായിട്ട് കാണുന്നല്ലോ. അമ്മാവനെ ആ കണ്ണടയൊന്ന് വെച്ച് നോക്ക്, നന്നായിട്ട് കാണാൻ പറ്റും. കല്യാണ മണ്ഡപത്തിൽ വെച്ച് കണ്ട ഓർമ്മയുണ്ട്, പക്ഷെ എന്നാലും. പിന്നെ എന്തിനാണ് വിമല അല്ലേന്നൊരു ചോദ്യം? അന്ന് വധുവിന്റെ വേഷത്തിലല്ലായിരുന്നു. ഇപ്പൊ അന്നത്തെ വെച്ചുകെട്ടൊന്നുമില്ലാതെ കണ്ടപ്പോ ഒരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. ഏതായാലും അന്നത്തെ വധുവിന്റെ ഫാൻസി ഡ്രസ് നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിന്റെ ഏട്ടന്റെ ഭാര്യ രോഹിണിയുടെ പെർഫോമൻസാ. സന്തോഷം. പെർഫോമൻസ് ഇഷ്ടപ്പെട്ട കാര്യേ ഞാൻ രോഹിണിയെ വിളിച്ച് പറഞ്ഞോളാം. ഇന്നിപ്പോ ഇവിടെ ഒരാളെ എനിക്കൊന്ന് കാണണം. സരോജനിയെ കാണാൻ വന്നതാണെന്ന് എനിക്കറിയാം. ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അവൾ ഒരുങ്ങുന്നുണ്ട്, വിളിക്കാം. സരോജനി, ഒരു ഗോസ്റ്റ് വന്നിട്ടുണ്ട്. ഗോസ്റ്റ് അല്ല, ഗസ്റ്റ്. അയ്യോ, ഞാനത് മറന്നു, സോറി. ഒരു ഗസ്റ്റ് വന്നാ കയറിയിരിക്കാൻ പറയണ്ടേ? സോറി. വിമല അകത്തേക്ക് വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആചാരപ്രകാരം എന്റെ ഹരിയേട്ടന്റെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ വീട്ടിലേക്ക് കയറുന്നത് വലതുകാല് വെച്ച് തന്നെ ആവണം. കയ്യിലൊരു വിളക്കില്ലെന്നേ ഉള്ളൂ, കയറുന്നത് വലതുകാല് വെച്ച് തന്നെ ആവാം. വീടിന്റെ പടി കടന്നു പോരുത്. നിനക്ക് വീടിനുള്ളിൽ പ്രവേശനം ഇല്ല. ആ കാലി വീടിനുള്ളിൽ വെച്ചാ ഈ കുടുംബം തന്നെ മുടിഞ്ഞു പോവും. വന്ന കാര്യം എന്താന്ന് വെച്ചാ പുറത്തു വന്ന് പറഞ്ഞിട്ട് നിനക്ക് പോവാം. നിങ്ങളുടെ മകൻ ആചാരപ്രകാരം എന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞ ഒരു ഭർത്താവിന്റെ അമ്മയോട് കാണിക്കേണ്ട മര്യാദ ഞാൻ കാണിക്കണം. എന്താടി കുന്ത വിഴിഞ്ഞ പോലെ നിൽക്കുന്നേ? വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞൂടെ? എനിക്ക് വല്യേട്ടന്റെ വീട്ടിൽ പോകാനുള്ളതാ. അന്ന് വിനയേട്ടന്റെ കാര്യവും പറഞ്ഞ് ഞങ്ങളുടെ കല്യാണം മുടക്കി മകനെയും കൂട്ടി പോരുമ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം പറഞ്ഞിരുന്നു. വിനയേട്ടന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ട് കല്യാണം നടത്താന്ന്. പക്ഷേ പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാൻ എന്റെ വീട്ടുകാർ ഇവിടെ വന്നപ്പോ നിങ്ങൾ അവരെ മാനം കെടുത്തി പറഞ്ഞു വിട്ടു. എന്നെ നിങ്ങൾ ചതിക്കുകയായിരുന്നു. ഓഹോ, നീ അപ്പൊ അതിനെപ്പറ്റി ചോദിക്കാൻ വന്നതാണല്ലേ? കൊള്ളാം. അതെ, നിന്നെ എന്റെ മരുമകളായി സ്വീകരിക്കാൻ പണ്ടേ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്റെ മോൻ നിന്റെ വലയിൽ വീണുപോയി. അവന് നിന്നെ തന്നെ വേണമെന്ന് ഒരേ വാശി. ഒടുക്കെ എനിക്ക് സമ്മതിക്കേണ്ടി വന്നതാ. പക്ഷെ എന്റെ മനസ്സിന്റെ നന്മ കൊണ്ടും പ്രാർത്ഥന കൊണ്ടുവാ ആ കല്യാണം മുടങ്ങി കിട്ടിയത്. നിന്റെ അമ്മയോടും മുത്തച്ഛനോടും ഞങ്ങളുടെ തീരുമാനം മുമ്പേ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണല്ലോ. വീണ്ടും അത് ചോദിക്കാൻ വരാൻ നിനക്ക് നാണമുണ്ടോ? കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണോ ഇത്? ഒരു പെണ്ണിനെയും അവളുടെ കുടുംബത്തെയും പറഞ്ഞു പറ്റിക്കുന്നത് ഏത് തരം കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചേരുന്നതാണെന്ന് മനസ്സിലായില്ല. മതി മതി. എന്റെ വല്യേട്ടന്റെ മുമ്പിൽ നിന്ന് വലിയ ആളാവാൻ നോക്കണ്ട നീ. ഏതായാലും വന്ന സ്ഥിതിക്ക് നിന്റെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. എന്റെ മോ ഹരീന്ദ്രൻ ഉടൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ വല്യേട്ടന്റെ മോളെയാ. ഞങ്ങളത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ മോ ഹരീന്ദ്രനെ ഇനി നീ മനസ്സിൽ കൊണ്ട് നടക്കണമെന്നില്ല. ഓ, അപ്പോ അതുവരെ എത്തിയോ നീക്കങ്ങൾ? എന്നാലേ ഈ വിമല ഒരാളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ മരണം വരെ അവൾ അവന്റെ ഭാര്യയായിട്ട് ജീവിക്കും. അവൻ വേറൊരാളെയും ഭാര്യയായിട്ട് സ്വീകരിക്കില്ല. അതിനുള്ള മാർഗങ്ങളൊക്കെ ഈ വിമലയ്ക്കറിയാം. എന്താടി നീ വെല്ലുവിളിക്കാണോ? ആ, എങ്ങനെ വേണേലും കരുതാം നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നൊരു വെല്ലുവിളി നടത്തിയെന്ന് ഇപ്പൊ തന്നെ മകൻ ഹരീന്ദ്രനെ വിളിച്ചു പറഞ്ഞേക്ക് നിങ്ങള്. എന്നിട്ടേ മകന്റെ മറുപടി കൂടി അറിഞ്ഞിട്ട് മതി വല്യേട്ടന്റെ മോളുമായിട്ടുള്ള വിവാഹം തീരുമാനിക്കലൊക്കെ. പഴയ ജഡ്ജി അദ്ദേഹത്തിന് അറിയാലോ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളൊക്കെ. ഒരുത്തിയെ കെട്ടി വീട്ടിലിരുത്തി മറ്റൊരുത്തിയുടെ പിന്നാലെ പോയാ എത്ര കാലം ഒരാള് ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുംന്ന് പൊന്നു പെങ്ങക്കൊന്ന് പറഞ്ഞു കൊടുക്കണം.
പോട്ടെ, പിന്നെ കാണാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.